ആഗോള മഹാമാരികൾ 28-ാം ഭാഗം. കോവിഡ് കാലത്തെ മാനസിക പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ. കോവിഡ് മനഃശാസ്ത്രവും കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുമാണല്ലോ ഇവിടെ പരാമർശിക്കുന്നത്. മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. യാഥാർത്ഥ്യബോധം. ബോധാവസ്ഥയാണ് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും. ഈ ബോധാവസ്ഥ ഒരു വാഹനത്തിൻ്റെ ആക്സിൽ പോലെ ജീവന് ബലം നൽകിക്കൊണ്ട് നിലകൊള്ളുന്നു. ജീവിതമെന്ന യാഥാർത്ഥ്യമാണ് അതിൻ്റെ ബലം. ബോധാവസ്ഥ എന്നത് സത്യമാണ്, ജ്ഞാനമാണ്, തിരിച്ചറിവാണ്. ഇതുണ്ടായാൽ സകല ദുഃഖങ്ങളും ഇല്ലാതാകും. ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാകും. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്വാമി ചിന്മയാനന്ദൻ ആണ്. യാഥാർത്ഥ്യബോധമുണ്ടാവുകയാണ് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. പ്രത്യേകിച്ച് കൊറോണ കാലം പോലെ ദുരിതമേറിയ കാലത്ത് എന്നുള്ളത്. നാം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിനോടൊപ്പം അതിനെ അംഗീകരിക്കുകയും വേണം. അല്ലാതെ അതോർത്ത് വ്യാകുലപ്പെടുകയല്ല വേണ്ടത്. അതോടൊപ്പം ആ യാഥാർത്ഥ്യത്തിൽ അടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം. ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തന്നത് ശ്രദ്ധിക്കൂ. തൻ്റെ ഉള്ളിലുള്ള ഈശ്വരാംശം തിരിച്ചറിയണം. ഞാൻ പാപിയാണ്, എനിക്ക് ദുഃഖം മാത്രമാണുള്ളത്, എനിക്ക് മോക്ഷമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഉപേക്ഷിച്ച് ഈശ്വരനാണ് എന്നെ സംരക്ഷിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം എന്ന ഉറച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ശക്തവും സ്വതന്ത്രവും സ്വച്ഛവുമായ ഉത്തേജനത്തോടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് ആവശ്യം. ഇത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഒരു വ്യക്തിയുടെ ബലം അയാൾ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുമ്പോഴാണ്, അല്ലാതെ വേളകൾ ആഘോഷിക്കുന്നതിലല്ല എന്ന് മാർട്ടിൻ ലൂതർ കിങ്. ജീവിതകാലം മുഴുവൻ വർണ്ണവിവേചനം നേരിട്ട് അതിനെതിരെ ശക്തമായി പോരാടിയതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം ലഭിച്ചത്. വെല്ലുവിളികളെ നേരിടുന്നവന് മാത്രമേ വിജയം കൈവരിക്കാനാകൂ. അതിൽ തളർന്നു പോകുന്നവന് എങ്ങനെ ടെൻഷൻ അകറ്റാൻ കഴിയും, എങ്ങനെ കോവിഡ് ആങ്സൈറ്റി തരണം ചെയ്യാനാകും? മുകേഷ് അംബാനിയും കൂലിപ്പണിക്കാരനും ഉണ്ടാകാം ടെൻഷൻ. ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്നേ ഉള്ളൂ. അവരുടെ വിഷയങ്ങൾ വ്യത്യസ്തമാകുന്നു എന്നേ ഉള്ളൂ. രണ്ടാളും അതിനെ നേരിടാനുള്ള വഴി കണ്ടെത്തണം. ടെൻഷൻ ത്രഷോൾഡ് എന്നൊന്നുണ്ട്. ചിലർക്ക് ചെറിയ പ്രശ്നമുണ്ടായാൽ സ്ട്രെസ് വർദ്ധിക്കും. ചിലർക്ക് വളരെ വിഷമമേറിയ സാഹചര്യങ്ങളുള്ളയും മനസാന്നിധ്യത്തോടെ നേരിടാനാകും. ഓരോ വ്യക്തിക്കും ഈ ത്രഷോൾഡ് വ്യത്യസ്തമാണ്. അത് അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൈൻഡ് ബോഡി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. എല്ലാറ്റിനും മനസ്സും ശരീരവുമായി ബന്ധമുണ്ട്. ഇതുപോലെ മനസ്സാണ് ശരീരത്തിൻ്റെ താക്കോൽ എന്ന് പറയാറില്ലേ. മാനസികമായ സ്ട്രെസ്സ് പലപ്പോഴും ശാരീരികമായ അവശതകളായും പ്രത്യക്ഷപ്പെടുക. അതിൻ്റെ കാരണം മാനസികമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിപരീത ധൈര്യം കൊണ്ട് അതിനെ നേരിടാനാകൂ. ടെൻഷൻ ഗുണപരമായി തിരിച്ചുവിടാൻ ഒരാൾക്ക് കഴിയും. അതിനെ സൃഷ്ടിപരമാക്കിയാൽ മതി. അതായത് എല്ലാ ടെൻഷനെയും പേടിക്കേണ്ടതില്ല എന്നർത്ഥം. നല്ല കാര്യത്തിന് അത് പ്രയോജനകരമാകുമെങ്കിൽ ഒരളവ് വരെ അത് നിലനിർത്തുന്നത് നന്നായിരിക്കും. ഇതിന് ക്രിയേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയും. നേരെ മറിച്ച് നെഗറ്റീവ് സ്ട്രെസ് ആണെങ്കിൽ ചിന്തകൾ മുഴുവനും അസന്തുഷ്ടവും ദുരിതപൂർണവുമായിരിക്കും. ഇതാണ് മനഃപൂർവ്വം ഒഴിവാക്കേണ്ടത്. ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് അറിയണം. ഏറ്റവും പ്രധാന കാരണം അലസത തന്നെ. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ കോവിഡ് മഹാമാരിക്കാലത്ത്. ഈ ആലസ്യത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ക്രിയാത്മകതയ്ക്കുള്ള പ്രാധാന്യം എത്ര പറഞ്ഞാലും അധികമാവില്ല. അവനവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി തിരിച്ചറിഞ്ഞാൽ
ഒരാൾക്ക് പ്രവർത്തന നിരതനാകാനുള്ള ഊർജം ലഭിക്കും. ഇതിനായി ഏകാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണെന്ന് പതഞ്ജലി മഹർഷി സമർത്ഥിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ രാജയോഗത്തിൽ ഇതിനെപ്പറ്റി വിശദമാക്കുന്നുണ്ട്. ഏകാഗ്രചിത്തമുള്ളവന് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും. മനുഷ്യ മനസ്സ് അനന്തമായ ശക്തിയുടെ ഉറവിടമാണ്. ഈ അതുല്യശക്തി ഉള്ളിലുള്ള ആത്മീയതയാണ്. ഞാനൊരു നിസ്സാരനാണ് എന്ന ചിന്ത വെച്ചു പുലർത്താതിരുന്നാൽ ആ ശക്തി വെളിച്ചം കാണും. ബാല്യകാലം മുതൽ ഇതൊക്കെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വെളിയിൽ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാത്തവർക്കും ആന്തരികമായ ശക്തി ഉണ്ടായിരിക്കും. കുട്ടികളെ സദാ നിന്ദിക്കുകയും അവർ നിസ്സാരരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യുന്നത് രക്ഷിതാക്കൾ ചെയ്യുന്ന വലിയ അപരാധമാണ്. എത്ര അശക്തനാണെങ്കിലും ആർജവത്തോടെ സ്വയം ആന്തരിക ശക്തി വളർത്തിയെടുത്താൽ ഒരാൾ വിജയിക്കും. ചാഞ്ചല്യഭാവവും അലസതയും ദൂരെ കളഞ്ഞ് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും ഉത്തേജിപ്പിക്കാൻ കഴിയണം. ഇതൊക്കെ തന്നെയാണ് ക്രിയാത്മകമാകുന്നതിനും ടെൻഷൻ ഒഴിവാക്കുന്നതിനുമുള്ള മാർഗം.